Good morning, Namaskaram, Suprabhatam. And today's topic is very, very important topic. And this would remain the most important topic ever. That we are going through a different kind of phase, and topic's name is courage, conviction, with all the practicality. But before I come to the topic, let me talk about sudden history of mankind. Mankind engane aarambichu? Mankind has always been called a bottom-up approach company. ആൻഡ് വൈ ബോട്ടം അപ്പ് അപ്രോച്ച് കമ്പനിയുടെ അർത്ഥം എന്താണ്? നിങ്ങളുടെ പക്കൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, റിസോഴ്സസ് ഇല്ല, പൈസ ഇല്ല, പേരില്ല, നിങ്ങളുടെ പക്കൽ എക്സ്പീരിയൻസും ഇല്ല വലുതായിട്ട്, then you basically want to create some kind of a noise by becoming a big different. എന്തും നിങ്ങൾ ഡിഫറൻ്റ് ആയി ചെയ്യും, അത് നന്നായി തോന്നും. വാട്ട് ദ ഡിഫറെന്റ് തിങ് വാട്ട് വി ഡിഡ് വാസ്, നമ്മൾ പ്രൈസ് കുറവ് വെച്ചു, കോമ്പിനേഷൻസ് കൊണ്ടുവന്നു. ബട്ട് ദ ബിഗസ്റ്റ് വാസ് ബോട്ടം അപ്പ് അപ്രോച്ച്. ചെറിയ നഗരങ്ങളിൽ നിന്ന് വലിയ നഗരങ്ങളിലേക്ക് പോയി. ഒരു കാര്യം. മറ്റൊരു കാര്യം, ആൾക്കാർ ഒരിക്കലും ഇത് ആലോചിച്ചില്ല. ആ ബോട്ടം അപ്പ് അപ്രോച്ചിന്റെ അർത്ഥം ഒപ്പം എന്തുണ്ടായിരുന്നു? ഇറ്റ് വാസ് വെരി ഫോക്കസ്ഡ് അപ്രോച്ച്. മീനിങ് അതായത് അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം നമ്മൾ വെസ്റ്റേൺ യു പിയിൽ ലോഞ്ച് ചെയ്തു, പിന്നെ സെൻട്രൽ യു പിയിൽ ലോഞ്ച് ചെയ്തു, പിന്നെ ഈസ്റ്റേൺ യു പിയിൽ ലോഞ്ച് ചെയ്തു, പിന്നെ ഹരിയാന, പിന്നെ പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. സ്ലോലി ആൻഡ് ഗ്രാജുവലി വി ഗ്രൂ. നെയ്ബറിംഗ് സ്റ്റേറ്റുകളിൽ ലോഞ്ച് ചെയ്തു പോയി. പിന്നെ ശ്രമങ്ങൾ ഇതിന് നടത്തി. നമ്മുടെ സ്വന്തം ആൾക്കാർ, അതായത് പോസ്റ്റ് എക്സ്പീരിയൻസ് മെഡിക്കൽ റെപ്സായി, ഫസ്റ്റ് ലൈനായി, അവർക്കും ഇതോടൊപ്പം പ്രൊമോഷൻ നൽകി പോകണം. ദിസ് വാസ് ഫസ്റ്റ്. വളരെയധികം സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ഇന്നും. അഥവാ നിങ്ങൾ 28 ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ മാൻകൈൻഡിന്റെ ചില സ്റ്റേറ്റുകളിൽ ഇന്നും ചില ഡിവിഷൻസ് ലോഞ്ച് ആയിരിക്കുകയാണ്. നൗ ലുക്ക് അറ്റ് മാൻകൈൻഡ്. സ്റ്റാർട്ടിംഗിൽ ലോഞ്ച് ചെയ്തു. സോ ഈവൻ ആഫ്റ്റർ 3-4-5 years വി വെർ നോട്ട് ഓൾറെഡി ഓഫ് ദിസ് കമ്പനി. പക്ഷേ 4-5 വർഷങ്ങൾക്ക് ശേഷം തോന്നി, അതായത് നമ്മുടെ വളരെയധികം ആൾക്കാർ മെച്യൂർ ആയി കഴിഞ്ഞു, ആൻഡ് ദേ ഷുഡ് ബി ഗിവൺ എ ചാൻസ്. ഞങ്ങൾ തുടക്കത്തിൽ പ്രോമിസ് ചെയ്തു ആളുകളോട്, ഞങ്ങളുടെ മെഡിക്കൽ റെപ്സിനെ പ്രൊമോട്ട് ചെയ്യും. ദേ ആർ കോൾഡ് ദെൻ ഫ്യൂച്ചർ മാനേജേഴ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കവറി ഡിവിഷൻ ലോഞ്ച് ചെയ്തു. വളരെയധികം സ്റ്റേറ്റുകളിൽ ആ സമയത്ത് മാൻകൈൻഡ് ലോഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴും നമ്മൾ ഡിസ്കവറി ലോഞ്ച് ചെയ്തു. പിന്നെ ഈ ജേർണിക്കുള്ളിൽ 3-4 വർഷം കൂടി പോയി. മാൻകൈൻഡ് പൂർണ്ണമായും ലോഞ്ചായി. എന്നാൽ ഡിസ്കവറി ഇപ്പോഴും പൂർണ്ണമായും ലോകത്തിലില്ല. അപ്പോൾ ഞങ്ങൾ ലൈഫ് സ്റ്റാർ ലോഞ്ച് ചെയ്തു, ഈ ഫ്യൂച്ചർ ലോഞ്ച് ചെയ്തു, ആൻഡ് സോ ഓൺ സോ ഫോർത്ത്, വൺ ആഫ്റ്റർ അനദർ. ഞങ്ങൾ ഈ കാര്യം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാതിരുന്നത്. ആദ്യത്തെ ഡിവിഷൻ നമ്മുടെ മൊത്തം ഇന്ത്യയിൽ വരണം, പിന്നെ നമ്മൾ അടുത്ത ഡിവിഷൻ ലോഞ്ച് ചെയ്യും. ഞങ്ങൾ ഇക്കാര്യം കണ്ടുകൊണ്ടാണ് ചെയ്തത്. വി വെർ ഓൾവേസ് പീപ്പിൾ സെൻട്രിക്. നമ്മുടെ ആൾക്കാർ മെച്ചുറായി കഴിഞ്ഞു. ദേ ഷുഡ് ബി ഗിവൺ എ ചാൻസ്, ആൻഡ് വി പ്രൊമോട്ടഡ് ദം. മാൻകൈൻഡ് വാസ് ഓൾ ആൻഡ് ഓൾ ഓൺലി ഇൻ വേൾഡ് ലുക്കിംഗ് കൈൻഡ് ഓഫ് യുവർ ട്രാൻസിഷൻ. ഞങ്ങൾ ഇത് മാത്രം, നമ്മുടെ ആൾക്കാരെ മാത്രം പ്രൊമോട്ട് ചെയ്തു. ദിസ് വാസ് ബേസിക്കലി വൺ തോട്ട്. അത് ആൾക്കാർക്ക് അറിയാം. ഒരു തോട്ട് അത് അറിയില്ല ആൾക്കാർക്ക്. അതിനെപ്പറ്റി ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് യു എ കൈൻഡ് ഓഫ് എ റിമൈൻഡർ. നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പക്കൽ റിസോഴ്സസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം നിങ്ങൾ സ്വയം ചെയ്യുകയാണ്. ആസ് എ ഫൗണ്ടർ, അതിന് മാർക്കറ്റിംഗ് ആയാലും സെയിൽസിന്റെ മീറ്റിംഗ് ആയാലും ഇനി ട്രെയിനിങ് ആയാലും എല്ലാം നിങ്ങൾ സ്വയം ചെയ്യുകയായിരുന്നു. ബട്ട് സ്ലോലി ആൻഡ് ഗ്രാജുവലി വി സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ട്രെയിനിങ്ങിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം, മാർക്കറ്റിങ്ങിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം, സെയിൽസ് ഉണ്ട്, പിന്നെ ഫാക്ടറികൾ ഉണ്ടായി. പിന്നെ ആ ഫാക്ടറി നിർമ്മിച്ചു. പിന്നെ ചൂസിയുമാകും, തിരഞ്ഞെടുക്കുന്നവരുമാകും, മെഡിക്കൽ അഫയറും ഉണ്ടായേക്കാം, കംപ്ലയൻസും ഉണ്ടാകും, R&Dയും ഉണ്ടാകും, ആൻഡ് സോ ഓൺ സോ ഫോർത്ത്. പുതിയ പ്രൊഡക്റ്റുകൾക്കായി there is a different department. അവർക്ക് ജോലിയില്ലെങ്കിൽ പുതിയ പ്രോഡക്ട്സിനായി റിസർച്ച് ചെയ്യണം, റൈറ്റ്? CMEs എന്താണ്, ആഡ് ബോർഡ് എന്താണ്? വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ലേണിംഗ് സ്ലോലി ആൻഡ് ഗ്രാജുവലി. ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും? വി ആർ ദിസ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ. പഠിച്ചതെന്തോ അത് നടപ്പാക്കി, ആ സമയത്ത് തന്നെ നടപ്പാക്കി. എക്സിക്യൂഷൻ വാസ് ഓൾവേസ് വെരി വെരി ഫാസ്റ്റ്. ഡ്രീം വാസ് ടു ബിക്കംസ് ദ ടോപ്പ് മോസ്റ്റ് കമ്പനി, ആൻഡ് ഡ്രീം ഈസ് ബിക്കം ഇന്ത്യാസ് നമ്പർ 1 കമ്പനി. പക്ഷെ ഇതിനുള്ളിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഈ ഏത് വിധത്തിൽ ഈ ജേർണിയെ മുന്നോട്ട് നയിക്കണം, എന്ത് കണ്ടോ അത് പഠിച്ചു, അത് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ലേൺ ആൻഡ് എക്സിക്യൂട്ട്. അഥവാ നിങ്ങൾ മറ്റൊരു വശത്ത് ടോപ്പ് ഡൗൺ അപ്രോച്ച് നോക്കൂ. അതിലെന്താണുള്ളത്? സംബഡി കംസ് വിത്ത് എക്സ്പീരിയൻസ്, സംബഡി കംസ് വിത്ത് പെഡിഗ്രി. അവർ കമ്പനി ആരംഭിക്കുന്നു. അവർ എല്ലാ കാര്യങ്ങളും മുന്നേ തന്നെ ഡിസൈഡ് ചെയ്യുന്നു. ഇത് മെഡിക്കൽ, ഇത് ട്രെയിനിങ്, ഇവരൊക്കെ വരും, ഇത് HR ആകും, ഇത് മാർക്കറ്റിംഗ് ആയിരിക്കും, ഇത് സെയിൽസ് ആയിരിക്കും, ഇതിന്റെ ഹെഡ്സ് ഉണ്ടാകും. ആൻഡ് ദിസ് ഈസ് അവർ ഈ ഡിവിഷൻ ഓൾ ഇന്ത്യ. ഇത് ലോഞ്ച് ആകും. ഇതിൽ കാർഡിയോളജി മാത്രമാണ്, ഇതിൽ വെറും ഡയബറ്റോളജി മാത്രമായിരിക്കും, ഇതിൽ ഡെർമോ മാത്രം. ദിസ് ഈസ് ഹൗ ദിസ് പർട്ടിക്കുലർ ഈസ് ബീയിങ് ലോഞ്ച്. ഡിവിഷൻസ് ആർ ബീയിങ് ലോഞ്ച്ഡ്.
പക്ഷെ നമ്മുടെ അപ്രോച്ച് ബോട്ടം അപ്പ് ആയിരുന്നു. പിന്നെ ബോട്ടം അപ്പ് അപ്രോച്ചിന് വളരെയധികം പ്ലസ് അഡ്വാൻറ്റേജസ് ഉണ്ടാകും. അതായത് ദാറ്റ് യു ആർ ഓൾവേസ് ഹംബിൾ, യു ആർ വെരി ഗ്രൗണ്ടഡ്, യു ആർ ഇൻ ടച്ച് വിത്ത് പീപ്പിൾ, ലിസൺ ടു പീപ്പിൾ. എവറിത്തിങ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഓൺലി ആൻഡ് ഓൺലി ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദ ഫീൽഡ് സൈഡ്. പക്ഷേ ഇതിന് ചില സൈഡ് എഫക്ട്സും ഉണ്ടാകും, ചില തെറ്റായ എഫക്റ്റുകളും ഉണ്ടാകും. You do not know where world has really more. You do not have the exposure of other companies. ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഞാൻ മുമ്പ് ചിന്തിച്ചിരുന്നത് പോലെ എന്ത് തന്നെ മാൻകൈൻഡ് ചെയ്താലും അത് ബെസ്റ്റ് ആണ് ചെയ്യുന്നത്, മാൻകൈൻഡിനേക്കാൾ നന്നായി ആരും ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വളരെയധികം കമ്പനികൾ പല പല ഏരിയകളിൽ വളരെ നന്നായി ചെയ്യുന്നു. ആൻഡ് വി ഡിഡ് നോട്ട് ലേൺ ഫ്രം ദം ടിൽ 2018-19. ആൻഡ് ദാറ്റ് കെയിം എ ടൈം നമ്മൾ നമ്മുടെ മാൻകൈൻഡ് സ്പെഷ്യലിറ്റീസ് ലോഞ്ച് ചെയ്തു മുംബൈ ഓഫീസിൽ നിന്ന്. പീപ്പിൾ കെയിം ഫ്രം അവർ സൈഡ്. ഡിഫറെന്റ് പാർട്സ്മെന്റ് അവിടെയും ക്രിയേറ്റ് ആയി, ഡിഫറെന്റ് ഡിവിഷൻസ് ലോഞ്ച് ആയി വിത്ത് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ആൻഡ് വി ആർ വെരി സക്സസ്ഫുൾ. ആൻഡ് ലുക്ക് അറ്റ് ദോസ് ഡിവിഷൻസ്, ദേ ആർ ഗ്രോയിങ് അറ്റ് 25% കൈൻഡ് ഓഫ് എ ഗ്രോത്ത് റേറ്റ് നൗ. ഐ എം നോട്ട് സെയിങ് ദാറ്റ് അവരുടെ ബേസ് വലുതാണ്, അവർ 25-30% ചെയ്യും, ബട്ട് ദേ ആർ ഗ്രോയിങ് വെരി ഗുഡ്. എവറിത്തിങ് ഈസ് വെരി വെരി സിസ്റ്റമാറ്റിക്. അങ്ങനെയും ഞാൻ പറയുന്നില്ല അവരുടെ ഉള്ളിൽ കുറവുകളില്ലെന്ന്. തീർച്ചയായും ഉണ്ടാകും, തീർച്ചയായും ഉണ്ട്. അറിയാമോ എന്ത് കുറവാണെന്ന്? At different places, that lot of wrong things are also happened over there. Nothing is perfect in this world. But can we create some kind of a unique kind of a formula, unique kind of a program in which both top down and bottom approach can merge, and we can create a different kind of organization mankind. We are on that journey now. The side effect, I will say that bad effect of bottom approach is basically what, that all divisions are not talking to each other. അഥവാ ഞാൻ പറയുകയാണെങ്കിൽ 15-20 ഡിവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ 18 ഡിവിഷൻ ഉണ്ട്, അത്രയുമുണ്ട്. ആർ വി ടോക്കിംഗ് ടു ഈച്ച് അതർ? പ്രോബ്ലം ഈസ് സംസാരിക്കാറില്ല. ഇതൊരു വലിയ പ്രോബ്ലമാണ് ഇതിന്റെ. മറ്റൊരു പ്രോബ്ലം എന്താണ്? ചില ഡിവിഷനുകൾക്കുള്ളിൽ there are certain very good activities. Very good. സെക്കൻഡ് ഡിവിഷനുള്ളിൽ ചില വളരെ നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതൊരിക്കലും നടന്നിട്ടില്ല. അതിനുള്ളിൽ അവർ പരസ്പരം കാണുകയോ സുഹൃത്തുക്കളാവുകയോ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതായി. ഫോർ എക്സാമ്പിൾ, ചില ഡോക്ടേഴ്സ്, കാർഡിയോളജിസ്റ്റ് വളരെ ക്ലോസ് ആണ്. ചിലർ മാൻകൈൻഡിന്റെ. എന്താ അവർ ഡിസ്കവറിയിലെ ആൾക്കാരെ വിളിച്ച് അവരെ സഹായിച്ചോ? അല്ലെങ്കിൽ ഡിസ്കവറിയുടെ ബോസ് ക്യാപിറ്റലോജിസ്റ്റുകൾ എന്താ അവർ മാൻകൈൻഡുകാരെ അല്ലെങ്കിൽ മറ്റു കമ്പനിക്കാരെ വിളിച്ച് അവരെ ഹെൽപ്പ് ചെയ്തോ? അങ്ങനൊന്നുമില്ല. പറഞ്ഞതിനർത്ഥം ഓൾ ദ ഗുഡ് പ്രാക്ടീസസ്, ഡിഫറെന്റ് പ്രാക്ടീസസ് വേർ ഇൻ സൈലോസ്. പല പല ഡിവിഷനുകളും പല പല ആക്ടിവിറ്റീസും ചെയ്യുന്നു. ബട്ട് ആസ് എ സെൻട്രൽ പോളിസി, ആസ് എ സെൻട്രൽ ഓർഗനൈസേഷൻ, ആ പോളിസീസ് എല്ലാ ഡിവിഷനുകളും ചെയ്യണം. അങ്ങനെ ഒരു പ്രോഗ്രാമും ഇല്ലായിരുന്നു. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ് ബേസിക്കലി ഈസ് വാട്ട്? പരസ്പരം, അഥവാ ഫോർ എക്സാമ്പിൾ, വൺ പോളൻ ഹാസ് ബീൻ ഗിവൺ 2 ഡിവിഷൻസ്. വൺ മോളിക്യൂളിൽ അതിൽ 2 ക്വാളിറ്റി സ്ഥലമുണ്ട്. അവർക്കും പരസ്പരം ഒരാൾ മറ്റൊരാൾക്ക് മുകളിൽ അറ്റാക്ക് ചെയ്യുകയാണ്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ റോങ്, ഐ വിൽ സേ മിസ്റ്റേക്ക് ഫ്രം ദ ഹെഡ് ഓഫീസ് ആസ് വെൽ, ബിക്കോസ് ഹെഡ് ഓഫീസും അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചത്. ഇതൊരു വലിയ പ്രശ്നം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനുള്ളിൽ. അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ എല്ലാ പ്രശ്നങ്ങളും കണ്ടിട്ട് നൗ വി വുഡ് ബേസിക്കലി ആർ ഓൺ എ ജേർണി ഓഫ് ക്രിയേറ്റിംഗ് സംതിങ് സെൻട്രലൈസ്ഡ്. എത്രയൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ ആ ടോപ്പ് ടൗൺ ആയിരിക്കേണ്ടതാണ്. അതായത് എക്സാമ്പിൾ, ഐ ഗീവ് യു വൺ മോർ എക്സാമ്പിൾ. ഏതെങ്കിലും ഒരു ഏരിയയ്ക്കുള്ളിൽ ഒരു ഡിവിഷനിൽ ഒരു കോൺഫറൻസ് ചെയ്തു, പർട്ടിക്കുലർ പീഡിയാട്രിക്കിന്റെ ഡോക്ടേഴ്സിന്റെ. അതിന് 15 ദിവസത്തിന് ശേഷം അതേ ഏരിയയിൽ, അതേ നഗരത്തിൽ, അതേ ഡോക്ടർമാർ മുഖേന മറ്റൊരു ഡിവിഷനിലും ചെയ്തു. നൗ ജസ്റ്റ് ഇമാജിൻ ഹൗ യുവർ കസ്റ്റമേഴ്സ് റെസ്പോണ്ടിങ്. വാട്ട് കൈൻഡ് ഓഫ് എ കമ്പനി ഈസ് ദിസ്? എങ്ങനെ ചെയ്യാൻ കഴിയുന്നു ഇത്? പരസ്പരം ഇവർക്ക് അറിയുകയില്ല. അഥവാ അവർ രണ്ടുപേരും ചേർന്ന് ചെയ്താൽ, ഒന്നിച്ച് ചെയ്താൽ, അപ്പോൾ ബോത്ത് ഓഫ് ദം വുഡ് ഹാവ് ഗോട്ട് ദ ബെനിഫിറ്റ്സ്. ചില സ്ഥലങ്ങളിൽ പ്രോബ്ലം അങ്ങനെയും ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ഇൻ ആന്റിബയോട്ടിക്, അവരുടെ ഒരു സ്റ്റാൻഡ് ഒരു ഡിവിഷനുള്ളിലാണ്, മറ്റൊരു സ്റ്റാൻഡ് അടുത്ത ഡിവിഷന്റെ ഉള്ളിലാണ്. അവർ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയും അവരോട്, നിങ്ങളുടെ അടുത്ത സ്റ്റാൻഡ് എവിടെയാണ്? പറയുമില്ല എന്ന്. ഇത്തരത്തിലുള്ള ഐ വിൽ സേ സം കൈൻഡ് ഓഫ് എ കോമ്പറ്റീഷൻ, നെഗറ്റീവ് കോമ്പറ്റീഷൻ ഓൾസോ revealed. അത് സ്ലോലി ആൻഡ് ഗ്രാജുവലി വി ആർ ട്രൈങ് ടു ജസ്റ്റ് ഗെറ്റ് റീഡ് ഓഫ്. മറ്റൊരു വലിയ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. പഴയ ഫോർമുലയുടെ, പഴയ രീതിയുടെ ഇതിനുള്ളിൽ മാൻകൈൻഡിന്റെ ആൾ പറയുകയാണ്, സാർ ഞാൻ മാൻകൈൻഡിനുള്ളിൽ തന്നെ പ്രൊമോട്ടാണ്.
ഡിസ്കവറിയിലേക്ക് പോകില്ല, പുതിയ ഡിവിഷനിലേക്ക് പോകില്ല, മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകില്ല, മറ്റൊരു ഏരിയയിലേക്ക് പോകില്ല. ഓൺ ദീസ് ലൈൻസ് ആർ പ്രോബ്ലംസ്. In a company which basically brings all the best practices of 28 divisions in is sent at a center at head office. ആ ഹെഡ് ഓഫീസിലേക്ക് വന്നിട്ട് ആ പോളിസീസ് കറക്റ്റായി ഓൺ ചെയ്യുക. മേക്ക് ഷുവർ ദോസ് പ്രാക്ടീസസ് ആർ ബീൻ ലൈറ്റ് എക്സിക്യൂട്ടീവ് ഇൻ ഓൾ 28 ഡിവിഷൻസ്. ഏത് ലേണിംഗ് ആയാലും ദിസ് ഈസ് വാട്ട് ബേസിക്കലി വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. എന്തൊക്കെ നമ്മൾ പഠിച്ചുവോ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ പഠിച്ചുവോ, ദാറ്റ് വി ആർ സപ്പോസ് ടു ബ്രിങ് അറ്റ് ഹെഡ് ഓഫീസ് ആൻഡ് മേക്ക് ഷുവർ ഇറ്റ് ഓൾ ദ ഡിവിഷൻസ് ആർ ഫോളോയിങ് ദോസ് യൂണിവേഴ്സൽ പോളിസീസ്. അത് ഇൻസെന്റീവിന്റെ ആയാലും അത് മാർക്കറ്റിംഗിന്റെ ആയാലും അഥവാ അത് നമ്മുടെ ഏത് ആഡ് ബോർഡിലും ഓഫീസ് തുറക്കുന്നതിനായാലും ഇനി CMEക്ക് ആയാലും ഫോർ എവരിത്തിങ് അതായിരിക്കണം ചെയ്യേണ്ടത്. കഴിഞ്ഞ അപ്രോക്സിമേറ്റ്ലി 15-16 മാസങ്ങളായി 12 മാസത്തിനുള്ളിൽ വി ആർ ബ്രോട്ട് ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ മാൻകൈൻഡ്. എന്തൊക്കെ തെറ്റായ പ്രാക്ടീസസ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഇല്ലാതാക്കി. പിന്നെ നമ്മൾ ഇൻഎഫിഷ്യന്റ് ആയ ആൾക്കാരെ മാറ്റിക്കളഞ്ഞു. സോ മെനി പീപ്പിൾ, സോ മെനി ലീഡേഴ്സ് ഹാവ് ബീൻ റീപ്ലേസ്ഡ്. ഈ ഇന്റൻഷൻ കൊണ്ട് ആദ്യം ഇന്റൻഷൻ ഇല്ലായിരുന്നു ചേഞ്ച് ചെയ്യാനായി, നടക്കാതായപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തു. ദാറ്റ് ഹാസ് ബീൻ ഡൺ ആൻഡ് നൗ ലോട്ട് ഓഫ് ലീഡേഴ്സ് ഫ്രം ഡിഫറെന്റ് കമ്പനീസ് ഹാവ് ബീൻ ബ്രോട്ട് അറ്റ് ഹെഡ് ഓഫീസ്. ആൻഡ് വൺ മോർ തിങ് ബേസിക്കലി ഹാസ് ബീൻ ലൈഡ് ഓവർ ദെയർ ആൻഡ് ഐ ഗീവ് സം എക്സാമ്പിൾ ഓഫ് ദാറ്റ്. ഞാൻ മെഡിക്കൽ റെപ്പ് ആയിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ബോസ് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ കമ്പനിയുണ്ട്, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ കമ്പനിയിലേക്ക് സൗത്തിൽ നിന്നൊരു ഹെഡ് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി നോക്കിക്കോ, മൊത്തത്തിലുള്ള സൗത്തിലെ ആൾക്കാർ ആ കമ്പനിയിലേക്ക് വരും. അത് പ്രസിഡന്റ് ആയാലും മാർക്കറ്റിംഗിലായാലും എല്ലാവരും ഉണ്ടാകും. അങ്ങനെ തന്നെ പറ്റി. ആൻഡ് സം കൈൻഡ് ഓഫ് എ ഇമേജ് വാസ് ക്രിയേറ്റഡ്. ഇവിടെ സൗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ മുന്നേറാൻ അവസരം കിട്ടൂ എന്ന്. ഇക്കാര്യം എന്റെ തലച്ചോറിൽ എപ്പോഴും ഉണ്ടാകും. ആൻഡ് ദാറ്റ്സ് വൺ റീസൺ ഇൻ മാൻകൈൻഡ് ഹെഡ് ഓഫീസ് ലെവൽ വി ആർ ഡിസൈഡഡ് that we are supposed to be a very, very Cosmo kind of a company. The company which is being represented from all the states. അഥവാ നമ്മുടെ പക്കൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ നോർത്തിൽ നിന്ന് വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ ഈസ്റ്റിൽ നിന്നും വളരെയധികം ആൾക്കാർ വന്നു, മഹാരാഷ്ട്രയിൽ വെസ്റ്റിൽ നിന്നും ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ലെവലിൽ എന്താണ് ചെയ്യുന്നത്? സൗത്തിൽ നിന്നും, ഫ്രം സൗത്ത് സൈഡ്, തമിഴ്നാട് ആയാലും കർണാടക ആയാലും ആന്ധ്രാപ്രദേശ് ആയാലും അവിടുത്തെ ഒരു ബെൻ സ്ട്രെങ്ത് ഉള്ളത് ഹെഡ് ഓഫീസിൽ സ്ട്രോങ്ങർ ആണ്. ഒരു കമ്പനിയിൽ നിന്ന് തന്നെ എല്ലാവരെയും എടുക്കുന്നില്ല. യു ഹാവ് ഫൈൻഡ് ദാറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം സെന്റ് ഫാർമ, ഫ്രം LKM, ഫ്രം സിപ്ല, ഫ്രം അബേർഡ് ആൻഡ് ഫ്രം ഡിഫറെന്റ് ഇൻ ടാസ്ക് ഫ്രം ഡിഫറെന്റ് കമ്പനീസ് വി ആർ ബ്രോട്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഒരേ കമ്പനിയിലെ ആൾക്കാർ എല്ലായിടത്തും വരുമെന്ന്. ഇറ്റ്സ് എ വെരി ക്ലിയർ, വെരി ലൗഡ് മെസ്സേജ് ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ഇൻ മാൻകൈൻഡിയൻസ് പ്രൊവീഡ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. എത്രയോ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, കേൾക്കുന്നില്ല ഇത്. ഈ കാര്യങ്ങൾ ഞാൻ വെറും ഈ വീഡിയോയിൽ മാത്രം പറയുകയല്ല. എവറി ഡേ ഐ സ്പീക്ക് അബൌട്ട് ദാറ്റ്. എവറി ഡേ ഐ സേ ഐ വാണ്ട് ലോട്ട് ഓഫ് സൗത്ത് ഇന്ത്യൻ പീപ്പിൾ അറ്റ് ഹെഡ് ഓഫീസ് ലെവൽ. അവർ ഡിഫറെന്റ് ഡിവിഷനെ ലീഡ് ചെയ്യണം. സോ ദാറ്റ് വി ഷുഡ് ഹാവ് ദ ഫ്ലേവർ ഓഫ് സൗത്ത് ഇന്ത്യ നൗ ടോപ്പ് ഡൗൺ അപ്രോച്ചിന് മുകളിൽ ജോലി ചെയ്യുകയാണ്. കീപ്പിംഗ് ബോട്ടം അപ്പ് ഇൻ അവർ മൈൻഡ് ആൻഡ് ഹാർട്ട്. So that we should always remain grounded and practical. ഏതൊരവസ്ഥയിലും നമ്മൾ ഉള്ളിലുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയില്ല. That has been decided. 2 things more I want to talk about you. പല തവണയും നമ്മൾ പഠിക്കുന്നു, വായിക്കുന്നുണ്ട്, തിയറിയിൽ മാത്രം നിൽക്കും, പ്രാക്ടിക്കൽ ആകുകയില്ല. And I give you example of about your own income. ചിലത് ഇപ്പോൾ ജസ്റ്റ് now introduce use a fantastic incentive. അതിനുള്ളിൽ എൻഫീൽഡ് മോട്ടോർ ബൈക്ക് ഉണ്ട്, അതിൽ സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് ഉണ്ട്, അതിൽ ഫോറിൻ ട്രിപ്സ് ഉണ്ട്, അതിൽ എക്സ്ട്രാ മൈൽ ഇൻസെന്റീവ് ഉണ്ട്. എവറിത്തിങ് ഹാസ് ബീൻ ഡൺ ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻസെന്റീവ് ഈസ് ഗ്രേറ്റ്. അത്ഭുതകരമാണ് ഇൻസെന്റീവ്. ഇത്രയും ഒരു കമ്പനിയും ചെയ്യില്ല നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നത് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ നിർബന്ധിച്ച് പറഞ്ഞിട്ട് ഇൻട്രൻസ് ഉണ്ടാക്കി ആൾക്കാരെ വിടുകയാണ്. ഇപ്പൊ അവരോട് ചോദിക്കുകയാണ് എത്രയുണ്ടെന്ന് അവർ അത് പറഞ്ഞു തരും. പക്ഷെ അത് തിയറിയാണ്. അഥവാ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു വശത്ത് ഒന്ന് മാത്രം സെയിലായി, റൈറ്റ് നൗ 10 months are left. അടുത്ത 10 മാസത്തിൽ എത്ര സെയിൽ ചെയ്താലാണ് നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് കിട്ടുക? എത്ര സെയിൽസ് ഈ പ്രൊഡക്റ്റിന്റെ ചെയ്താലാണ് നിങ്ങൾക്ക് എൻഫീൽഡ് മോട്ടോർ ബൈക്ക് കിട്ടുന്നത് അടുത്ത 10 മാസം, മന്ത് ആഫ്റ്റർ മന്ത്? എന്താ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ഇത് ഗ്യാരണ്ടി. 60% ആൾക്കാരും അത് നേടുകയില്ല. വലിയ ക്വാണ്ടിറ്റിയാണിത്. ഇപ്പോൾ ഈ കാര്യം എങ്ങനെയാണ്? ഇത് നിങ്ങൾക്ക് സ്വയം തോന്നണ്ടേ?
അതിനാൽ ദി വെരി ഡിഫിക്കൽട്ട് തിങ്, നമ്മുടെ സൂപ്പർമാൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഐ ആം സർപ്രൈസ്ഡ് സർ, കമ്പനി അല്പം ചേഞ്ച് ആയിട്ടുണ്ട്. സർ, കമ്പനി ഇല്ലേ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല. അങ്ങനെയാണ് പറയുന്നത്. സർ, കമ്പനി ഇങ്ങനെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കമ്പനി അതിനേക്കാൾ 10 മടങ്ങ് മികച്ചതായി. ഇൻ ടേംസ് ഓഫ് ഗിവിംഗ് യു, ഇൻ ടേംസ് ഓഫ് മോട്ടീവ് പീപ്പിൾ, ഇൻ ടേംസ് ഓഫ് മോഡേണൈസേഷൻ. ഏതാൾക്കാർക്കാണോ റൈസ് ചെയ്യേണ്ടത്, മുന്നേറേണ്ടത്, അവരധ്വാനിക്കേണ്ടതായി വരും. അങ്ങനെ പോസിബിൾ ഒന്നുമല്ല നിങ്ങൾ 3 മണിക്കൂർ ജോലി ചെയ്യുക, നിങ്ങൾ നെഗറ്റീവ് ഇൻസെന്റീവ് തരിക, നിങ്ങൾ വീണ്ടും താഴെ ഇടുക, നിങ്ങൾക്ക് നെഗറ്റീവ് ഗ്രോത്ത് തരിക, ഇൻസെന്റീവ് കിട്ടും. അത് നടക്കില്ല. ദാറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ്. പിന്നെ അടുത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആദ്യത്തെ കാര്യം ഇതാണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂ, നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്ന്. ബട്ട് ദിസ് വുഡ് ബി ദ നോം, ന്യൂ നോം. നിങ്ങളോട് എല്ലാ മീറ്റിംഗിലും ഇത് ചോദിക്കും. അടുത്ത 10 മാസത്തിൽ, 9 മാസത്തിൽ, 8 മാസത്തിൽ നിങ്ങൾക്ക് എത്ര സെയിൽസ് ചെയ്താൽ ഏത് ഇൻസെന്റീവ് നേടാൻ പറ്റും? ദിസ് വുഡ് ബി നമ്പർ 1 തിങ്, വെരി ഇമ്പോർട്ടന്റ് തിങ്. കീപ് ആസ്കിങ് ടൈം അഗൈൻ. ഇനി അടുത്ത കാര്യം മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതായത് ഇനി സംസാരം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. ഇഫ് സംബഡി ഈസ് ഡൂയിങ് ഗുഡ് ആൻഡ് ഹി വാണ്ട്സ് ടു ബി മോട്ടിവേറ്റഡ്, സർ മോട്ടിവേഷൻ കുറഞ്ഞു പോയി, അഥവാ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണ്, ട്രാൻ നല്ലതാണ്, ഫിഗേഴ്സ് നോക്കുമ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നത് അത് ചെയ്ത് കാണിക്കുക നിങ്ങൾ. ദെൻ യു വിൽ ബി മോട്ടിവേറ്റഡ്. കോർണർ ദ ഡേയ്സ്, സാർ അങ്ങ് ഇദ്ദേഹത്തെ വളരെ വഴക്ക് പറഞ്ഞു, ഇയാളുടെ ആ നെഗറ്റീവ് ഗ്രോത്ത് നടക്കുകയാണ് കഴിഞ്ഞ 6 മാസം കൊണ്ടോ 9 മാസം കൊണ്ടോ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട്, ഇയാളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താട്ടെ ഓൺ യുവർ വർക്ക്. ദാറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ബൈ ഓൾ സീനിയർ മാനേജേഴ്സ്, ഓൾ ദ മെഡിക്കൽ റെപ്സ്. അഥവാ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കും, നല്ലതല്ലെങ്കിൽ നിങ്ങളോട് പറയും പെർഫോമൻസ് നല്ലതല്ലെന്ന്. ബിക്കോസ് ഈ മാനേജ്മെന്റ്, വൺ തിങ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എല്ലാവരും ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അഥവാ 100 പേര് ജോലി ചെയ്യുന്നു നിങ്ങളുടെ അണ്ടറിൽ, 35% പീപ്പിൾ വുഡ് ബി ഡൂയിങ് വെരി ഗുഡ്. അതിൽ പോസിബിൾ ആയിരിക്കും 20% 35-ൽ നിന്ന് ബെസ്റ്റ് ആയിരിക്കും, 15% നല്ലതായിരിക്കും, റൈറ്റ്? അതിനുശേഷം എല്ലാ ഡിവിഷനിൽ, എല്ലാ ഏരിയയിലും 5 to 10% പീപ്പിൾ ആർ ഓൾവേസ് ലഥാർജിക്. ദേ ഡ്രാഗ് ദെയർ ഏരിയ ഡൗൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഥവാ നിങ്ങൾ ഏറ്റവും മികച്ചതായാൽ, ഇഫ് യു ആർ ഫ്രണ്ട് ഓഫ് എവരിബഡി, അപ്പോൾ ആരും താഴേക്കാകില്ല. സോ വാട്ട് വി ആർ സപ്പോസ് ടു ഡു? വി ആർ സപ്പോസ് ടു മോട്ടിവേറ്റ്, പ്രൊമോട്ട്, അപ്രീഷിയേറ്റ്. എന്ത് വേണേലും ചെയ്യൂ. ഓൾ ദ ലീഡേഴ്സ് ക്യാൻ ഡു എനിത്തിങ്. ദിസ് ഹാസ് ബീൻ ഗിവൺ, ഫുൾ പവർ ഹാസ് ബീൻ ഗിവൺ ടു ഓൾ ദ ലീഡേഴ്സ്. HO നന്നായി ജോലി ചെയ്യുന്നവർക്കായി എന്തും ചെയ്യൂ. പൈസയെക്കുറിച്ച്, ഇൻസെന്റീവിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദോസ് വെയർ ഡൂയിങ് ഗുഡ്. പക്ഷേ 5% ആൾക്കാർ താഴെയുള്ളവർ, അവർ നന്നായി പെർഫോം ചെയ്യുന്നില്ല. They should be asked to leave or change themselves. That has been decided. ഇപ്പോൾ നിങ്ങൾ ടോപ്പ് ആൾക്കാരെ മുന്നോട്ട് നയിക്കുന്നു, ബോട്ടം ആൾക്കാരെ അക്കൗണ്ടബിൾ ആക്കുന്നു. ചോദിക്കണം, ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. എന്ത് സംഭവിക്കും? മിഡിലുള്ള ആൾക്കാർ, ഇടയ്ക്കുള്ള ആൾക്കാർ, അവർ മുന്നേറാനായിട്ടുള്ള ശ്രമം നടത്തും, ഇംപ്രൂവ് ചെയ്യാനായി ശ്രമം നടത്തും. ഓൺ ദ സെക്കൻഡ് സൈഡ്, അഥവാ നിങ്ങൾ പറയുന്നു 100 പേരുണ്ട്, എല്ലാവരും നല്ലതാണ് സാർ, ആരും മോശമല്ല സാർ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യൂ. ഐ ടെൽ യു സാർ, എല്ലാവരും ബോട്ടത്തിലേക്ക് പോവുകയാണ്. അത് മാൻകൈൻഡിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടന്നു. ബിക്കോസ് അവർ മാനേജേഴ്സ്, അവർ ലീഡേഴ്സ് ആർ ട്രൈങ് ടു ബിക്കം ജസ്റ്റ് പോപ്പുലർ. ഗുഡി പോപ്പുലാരിറ്റി കണ്ടസ്റ്റ് നടന്നു നമ്മുടെ ലീഡേഴ്സിനുള്ളിൽ. എല്ലാവരും നല്ലതാണ് സാർ, വളരെ നല്ലതാണ്, നന്നായി അധ്വാനിക്കുന്നുണ്ട് സാർ, ഇയാളെക്കാൾ അധ്വാനിയായി ആരും ഇല്ല. ആൻഡ് വാട്ട് വി സോ, every bad thing we could trade easy. So no one that. These are new norms in mankind, and we work on that. But not even time. One thing is always there, that mankind would always remain a people-centric company. ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കുമായാണോ? അല്ല, നല്ലവർക്ക് മാത്രം. എത്ര നല്ല ആൾക്കാരുണ്ടോ അവർക്കായി എപ്പോഴും എന്തു വേണമെങ്കിലും ചെയ്യും. മോശപ്പെട്ടവർ, either they are supposed to change or they should change the company. That's a very, very clear message. So I wish you all the best, good luck, and remember this video. This is very, very important. Very to the air what's have tried my level. We would best to articulate these to everybody. If you want rise, you want grow, we'll have to follow these things. All the best. Bye bye. See you. Good luck.